നമസ്കാരം. പുതിയ ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നമുക്കൊരു ജനറലായിട്ട് ഒരു ഓവറോൾ എനർജി എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഹെൽത്ത്, ഫിനാൻസ്, കരിയർ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ കാണുമ്പോൾ മുതലായിരിക്കും നിങ്ങൾക്ക് വാലിഡ് ആകുന്നത്. ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുമായി റെസനേറ്റ് ആകാത്ത കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളയുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. The High Priestess, King of Swords, Four of Pentacles, Two of Cups, Ace of Cups, the Fool, Nine of Cups and Ten of Cups. അപ്പം ഇവിടെയുള്ള ഈ ഒരു സ്പ്രെഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം, നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കിപ്പം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഒരു സത്യം, അതിൻ്റെ ഒരു കോർ റീസൺ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നു. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസും ഏസ് ഓഫ് കപ്സും ഒരുപോലെ 1 by 1 ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ് തരുന്നത്. നിങ്ങൾ ഒരുപാട് കാലം തനിയെ നിങ്ങളുടെ എല്ലാ പെയിനിൽ നിന്നും മാറി, അല്ലെങ്കിൽ ആ പെയിനിലൂടെ എല്ലാം നിങ്ങൾ പോയി, നിങ്ങൾ ഒരുപാട് ലെസൺസ് നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടാകാം. അപ്പം ആ ഒരു പീരീഡിനെ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു സോളിറ്റ്യൂഡിൻ്റെ എനർജിയിലേക്ക്, അതായത് തനിയെ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് ചില ആളുകൾ വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്ന, നിങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആ ഒരു ലവ് എനർജിയെ നിങ്ങളെ എർത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അതായത് ചില ആളുകളുടെ ഒരു ലൈഫ് പർപ്പസ്, അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ പർപ്പസ് അവർക്ക് മുമ്പിൽ റിവീൽ ആകുന്ന ഒരു സമയമാണ്. അത് അവർ ഹീലിംഗ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ടാവും ഞാനൊരു ഹീലർ ആകണം, അതായത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോൾ പർപ്പസ് എനിക്കുണ്ട് എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ അവർ വളരെയധികം യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത്, ഡിവൈൻ എനർജിയെ ട്രസ്റ്റ് ചെയ്ത്, അവരുടെ എല്ലാ പെയിനും അവർ സറണ്ടർ ചെയ്ത് വളരെ നിഷ്കളങ്കമായി അവരുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ അവരുടെ ചിന്തയിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റീസിനെയും അവർ ഹീല് ചെയ്ത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഡിവൈനെ ട്രസ്റ്റ് ചെയ്ത് ഒരു പുതിയ യാത്രയ്ക്ക് തുടങ്ങുന്ന ഒരു മെസ്സേജ് ഇവിടെ കാണാം. അവരുടെ സ്പിരിച്വൽ ജേർണി അവരിവിടെ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നിരിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് അങ്ങനെയായിരിക്കാം ഇത് കണക്റ്റ് ആവുന്നത്. അതുപോലെ മറ്റു ചിലർക്ക് എന്ന് പറയുമ്പം അവരുടെ ഒരു ജനറേഷൻ വെൽത്ത്, അതായത് അവർക്ക് കുറേ കാലമായിട്ട് പൂർവികരിൽ നിന്നൊക്കെ കിട്ടേണ്ട ഒരു സമ്പത്ത് ഉണ്ടാകും. അത് ബ്ലോക്കായി കിടന്നിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ. കാരണം അത് നിങ്ങളുടെ അടുത്തേക്ക് എത്താത്ത രീതിയിൽ മറ്റുള്ളവർ തടഞ്ഞു വെച്ചിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആകുന്ന ഒരു മെസ്സേജ് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പൂർവികരുടെ സ്വത്തുക്കൾ, നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് എന്ന് പറയും, ആ ഒരു സ്വത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നു. അത് സ്പിരിച്വലി അവേക്കൻഡ് ആകാൻ പോകുന്ന സോൾസിന് അവരുടെ ലവ് അതിലേക്ക്, അതായത് അവരിൽ അട്രാക്റ്റഡ് ആയിട്ട് അവരെ ഒരു സമയത്ത് മാറ്റി നിർത്തിയിരുന്ന എല്ലാ തരത്തിലുള്ള റിലേഷൻസും അത് അവരിലേക്ക് തിരിച്ചു വരുന്നതായിട്ട്. അപ്പോൾ അവർ തന്നെ ചിന്തിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന്.
അപ്പോൾ അതിനുള്ളൊരു കാരണം അവരുടെ ഒരു അവേക്കനിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ ഹയർ എനർജിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള യൂണിവേഴ്സിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അവരിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നതാണ്. അപ്പം അവർക്ക് ഒരുപാട് ചുറ്റുമുള്ളിടത്ത് നിന്ന് എല്ലാം ഒരുപാട് ലവ് റിസീവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നു. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴും അവരുടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അവരുടെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തിരികെ അവരിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. ഇവിടെ ചില ആളുകൾക്ക് ഒരു പുതിയ റൊമാൻസ് അല്ലെങ്കിൽ അവരൊരു പുതിയ ആളെ കാത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവരൊരു സിംഗിൾസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഞാനത് പറഞ്ഞത്. അവരൊരു പുതിയ ആളെ കാത്തിരിക്കുകയാണ്, അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. അവരുടെ ആ പാർട്ട്ണർ, അവരുടെ റൈറ്റ് ആയുള്ള പാർട്ട്ണർ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് അവിടെ വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഒരു അബണ്ടൻസ്, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അബണ്ടൻസും ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു അബണ്ടൻസും ഇവിടെ രണ്ടും ഒരേപോലെ കാണാം. അതെല്ലാവർക്കും ഒരുപോലെ കണക്റ്റ് ആവുന്നതാണ്. സ്പിരിച്വലി അവേക്കൻഡ് ആയി വരുന്ന സോൾസിന് ഈ പറയുന്ന അവരുടെ വഴിയിലുള്ള എല്ലാ ബ്ലോക്കേജുകളും മാറി അവരുടെ ഫിനാൻഷ്യലി വരുന്ന ബ്ലോക്കുകളെല്ലാം മാറുന്ന ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് അവരുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവർ ഉപേക്ഷിച്ച് കളയേണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ചില ആളുകൾക്ക് കിങ് ഓഫ് സോൾസിൻ്റെ എനർജിയിൽ നിന്ന് വരുന്നുണ്ട്. മറ്റു ചില ആളുകൾ ഇപ്പോഴും അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവർ വിട്ട് കളയേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് അവർക്ക് ചേരുന്ന ഒരു ബന്ധമായിരിക്കില്ല. പല തവണ യൂണിവേഴ്സിൽ നിന്ന് സൂചനകൾ കിട്ടിയിട്ടും അവരത് വിട്ട് കളയാതെ ഇപ്പോഴും അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറച്ച് ആളുകളുടെ എനർജിയും ഇവിടെ വരുന്നുണ്ട്. അതായത് അവർക്കുള്ളതല്ല എങ്കിലും അവരതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഒരു പോസസീവ് എനർജിയിൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു മെസ്സേജാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി നോക്കുമ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കണക്റ്റഡ് ആകുക എന്ന് നോക്കുക. നമുക്കിനി അടുത്തത് വാട്ട് നെക്സ്റ്റ്, എന്താണ് അടുത്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. Page of Wands, 4 of Cups, 4 of Pentacles, Page of Pentacles, 5 of Swords, 2 of Wands, King of Swords, 3 of Pentacles. Okay. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ കാണുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ചില ആളുകൾക്ക് പഴയ കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ട് എഗെയിൻ 2 കാർഡ് റിപ്പീറ്റഡ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, ചില കാര്യങ്ങളിൽ നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചില ജോലികളിൽ നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല, ഇതെനിക്ക് ശരിയാവുന്നതല്ല എന്ന് മനസ്സിലായിട്ടും നിങ്ങൾ അതിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി നമ്മൾ മുന്നേ കണ്ടു. ആ 2 കാർഡുകൾ ഇവിടെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ എപ്പോഴും അത് വിട്ട് കളയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ജോലിയിലായിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഏതൊരു കാര്യവും നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാതെ അതിനെ വിട്ട് കളയുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പുതിയ നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വരാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു വളരെ മിസ്സിങ് എനർജിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മിസ്സിങ് എനർജി നിങ്ങൾ മാറ്റുക എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ചില ആളുകൾക്ക് ഇവിടെ കരിയർ
കരിയറിൽ വളരെ വലിയൊരു ചേഞ്ച് വരാൻ പോകുന്ന ഒരു മെസ്സേജാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ ആയിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും എന്നുള്ള ഒരു മെസ്സേജാണ് ഈ പേജ് ഓഫ് പെന്റക്കിൾസിൽ പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു, ചില ആളുകൾക്ക്, സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വരുന്നതും, ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പേഴ്സൺ ഒരു ന്യൂ ഫോമിൽ വരുന്നതുമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് അഗെയിൻ ഇവിടെ വീണ്ടും കാണുന്നുണ്ട്. അവരുടെ പേഴ്സൺ ഒരു പുതിയ രീതിയിൽ, അതായത് ഒരു നല്ല രീതിയിൽ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും, അതല്ല സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു നല്ല പാർട്ട്ണറിനെ അവർക്ക് കിട്ടുന്നതായിട്ടുമുള്ള ഒരു മെസ്സേജ് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ സ്കില്ലുകൾ, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് തന്നെ അറിയില്ലാത്ത സ്കില്ലുകൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സ്കില്ലുകൾ ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു മെസ്സേജ് ആ പേജ് ഓഫ് പെന്റക്കിൾസിൽ നിന്ന് വീണ്ടും വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ പേജ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള സെയിം ആണ്. അതായത് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ഐഡിയാസ് ഉള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും. അതിനെയെല്ലാം അൺലോക്ക് ചെയ്യുക. നിങ്ങൾ എവിടെയോ നിങ്ങളുടെ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളിലേക്ക് നോക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ അതൊരു ഇൻസ്പിറേഷൻ ആക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ്. അവിടെ നിങ്ങൾക്ക് വളരെയധികം സക്സസ് നേടാൻ പറ്റുന്ന ഒരു കാർഡാണ് കാണുന്നത്. ആൻഡ് ചില ആളുകൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അതായത് ഒരു ഇന്റർനാഷണൽ ആയിട്ട് രാജ്യം വിട്ട് മറ്റു ജോലികൾ നോക്കാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ അവരുടെ മനസ്സിനോട് തന്നെ യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഒരു എനർജി, അവർക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി വരുന്ന ഒരു എനർജിയും കാണുന്നു. ആൻഡ് 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു കോർഡിനേഷൻ, ഒരു മറ്റുള്ളവരുമായി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സക്സസ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു എനർജി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ചില ആളുകൾ അവരുടെ പാസ്റ്റിനെ വിട്ട് കളയുക, അവരുടെ അടുത്ത സ്റ്റേജിലേക്ക് നോക്കുക, അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാം. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക. ഇതിൽ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലേതാണ് നിങ്ങളെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അതിനനുസരിച്ചിട്ടുള്ള മെസ്സേജുകൾ മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.